ഗെയ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ $37 വിഡ്രോ അടിച്ചത് 8/15/2026 അതായത് 8-ാം മാസം ഈ ഒരു മാസം 15-ാം തീയതി ഞാൻ വിഡ്രോ അടിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും $37. അടുത്ത് വിഡ്രോ അടിച്ചതിന് ശേഷം എൻ്റെ ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വീണ്ടും 7.24 USDT ആയിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ് എങ്ങനെയാണ് ഇതിൽ ക്യാഷ് ഏൺ ചെയ്യുക, എങ്ങനെയാണ് ഇതിൽ നിന്ന് വിഡ്രോ അടിക്കാം, ഇതാണ് വിഡ്രോ പ്രൂഫും കാര്യങ്ങളും, ക്രെഡിറ്റായ ടൈം, കാര്യങ്ങൾ, അക്കൗണ്ട് ബാലൻസ് എല്ലാം സ്ക്രീൻഷോട്ടായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും താഴത്തുണ്ടാവും. ഗൈസ് എല്ലാവർക്കും ഡിജിറ്റൽ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സുൽട്ടി ആപ്ലിക്കേഷനിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ എമൗണ്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൺലൈനിൽ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും കൂടാതെ ഫ്രീ ആയിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻ വെബ്സൈറ്റുകളൊക്കെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേസ് മസ്റ്റായിട്ട് ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സുൽട്ടി ആപ്ലിക്കേഷനിലെ എമൗണ്ട് എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാം എന്നാണ്. അതായത് $37 ആയതിനു ശേഷം നിങ്ങളുടെ സുൽട്ടി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് $37 എന്ന് കാണാൻ കഴിയും. ഇവിടെ എൻ്റെ ബാലൻസ് $7.24 ആണ്. ഇവിടെ എൻ്റെ ഡയമണ്ട് 2 സംതിങ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. $37 ആയതിനു ശേഷം നമുക്ക് നേരെ ഇവിടെ മുകളിൽ കാണാൻ കഴിയും ഒരു 3 ലൈന്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ വിഡ്രോ കൊടുക്കുക. വിഡ്രോ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു വാലറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യണം. അപ്പോൾ ഒരു വാലറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഒരു വാലറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അവിടെ നിന്ന് കയറിയിട്ട് പെട്ടെന്ന് ആ ഒരു വാലറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇനിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ സോൾഫെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്നും കിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക്. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ലാപ്ടോപ്പിലാണ് ഇത് കാണിക്കുന്നത്, മൊബൈലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഒരേ രീതി തന്നെയാണ് രജിസ്റ്റർ ചെയ്യാൻ, വളരെ സിമ്പിളാണ്. യാതൊരുവിധ ഐഡൻറ്റി കാർഡോ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് സുൽട്ടിയിലെ ആ ഒരു ബാലൻസ്, ആ ഒരു എമൗണ്ട് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. അതിനായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഓൾറെഡി അക്കൗണ്ടിൽ ആളുകളാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് എക്സിറ്റ് കൊടുക്കുക. നമുക്കിവിടെ അക്കൗണ്ടിലെ പുതിയൊരു അക്കൗണ്ട് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മസ്റ്റായിട്ട് നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ ഐ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ഭാഗം ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ ഏത് പാസ്വേഡാണോ കൊടുത്തത് അതേ പാസ്വേഡ് തന്നെ താഴത്തും കൊടുക്കുക. അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഗൈസ് ഞാനിവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്, ബോക്സിൽ ടിക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂ കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ മുകളിൽ ഇതെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. ഇവിടെ മുകളിൽ നമ്മുടെ വാലറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ജസ്റ്റ് 5 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇവിടെ മുകളിൽ എനേബിൾ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അത് നിങ്ങൾ ഓൺ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇവിടെ നമുക്ക് വാലറ്റിൽ ഇപ്പോൾ 0 ആണ് നമ്മുടെ വാലറ്റിൽ. ഇനി നമുക്കിവിടെ സുൽട്ടിയിൽ നിന്ന് ആ ഒരു ബാലൻസ് നമുക്ക് ഇതിന് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് എന്ന് കൊടുക്കുക. ഡെപ്പോസിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിസീവ് ക്രിപ്റ്റോ എന്നുള്ളൊരു ഭാഗം വരും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു QR കോഡും അല്ലെങ്കിൽ ഒരു അഡ്രസ്സും വരുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യുക. ഈ ഒരു അഡ്രസ്സാണ് നമുക്ക് സുൽട്ടിയിൽ കൊടുക്കേണ്ടത്. അതിനായിട്ട് നിങ്ങൾക്ക് QR കോഡ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അതല്ലെങ്കിൽ കോപ്പി അഡ്രസ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകേണ്ടത് സുൽട്ടിയിലേക്കാണ്. സുൽട്ടിയിൽ പോയതിന് ശേഷം $37 ആയതിനു ശേഷം നമുക്കിവിടെ വിഡ്രോ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പണായി വരും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 37 തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് 37, ഓക്കെ, 2 കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ വിഡ്രോ എന്ന് കൊടുക്കുക. ഇപ്പോൾ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്, കറൻറ്റ് ബാലൻസ് ഇല്ലയെന്ന് കാണിക്കുന്നത്. നേരെ കുറച്ച് $37 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ ഒരു ബോക്സ് ഓപ്പണായി വരും. അപ്പോൾ നമ്മൾ ആ ഒരു ഫിൽഫെയറിൻ്റെ ആ ഒരു കോപ്പി ചെയ്ത ആ ഒരു അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാലറ്റിൻ്റെ, നമ്മൾ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തല്ലോ, ആ ഒരു വാലറ്റിൻ്റെ അഡ്രസ്സ് നമ്മൾ ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി കൺഫേം ചെയ്യുക, അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് കൊടുക്കുക. അതിനുശേഷം വിഡ്രോ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഡ്രോ സക്സസ്ഫുള്ളി ആയി. അതായത് സുൽട്ടിയിൽ നിന്ന്
വിഡ്രോ പോകുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ വിഡ്രോ എന്നുള്ള ഭാഗത്തേക്ക് തന്നെ വീണ്ടും വന്നിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഡ്രോ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ കഴിയും. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ $37 ചെറുതായിട്ടൊരു ഫീസ് കട്ട് ചെയ്തിട്ട് 36 സംതിങ് നിങ്ങളുടെ എവിടെ ആഡാവും, സുൽഫെയർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്താവും, ആഡാവും. ഗൈസ് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഡോളർ കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെൻഡ് എന്ന് കൊടുത്തിട്ട് ബൈനാൻസിലേക്ക് വിഡ്രോ അടിക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും ക്രിപ്റ്റോ വാലറ്റുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് ടെലിഗ്രാമിൽ ക്രിപ്റ്റോ വാലറ്റ് ആഡ് ചെയ്യാം, ബൈനാൻസ്, കൂക്കോയിന്, അതുപോലെ തന്നെ OKX, പയനീർ, RTM, അങ്ങനെ ഒരുപാട് വാലറ്റുകൾ. ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ബൈനാൻസിലേക്കാണ് വിഡ്രോ അടിച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്കത് ആ ഒരു ഡോളർ നമുക്ക് ബൈനാൻസിലേക്ക് കൊടുക്കണം. അത് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മുടെ ബൈനാൻസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ബൈനാൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്കിവിടെ ഡെപ്പോസിറ്റ് എന്ന് കാണാൻ കഴിയും. നിങ്ങൾക്കിവിടെ ആഡ് ഫൗണ്ട് എന്ന് കാണാൻ കഴിയും. അതിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. നേരെ ഡെപ്പോസിറ്റ് എന്ന് കൊടുക്കുക. ഡെപ്പോസിറ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ താഴത്ത് ഐ ഹാവ് എ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടാവും, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. മാറാൻ പാടില്ല, അതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ സെലക്ട് ചെയ്യണം. എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? USDT. നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, USDT. യെസ്, ഇവിടെ വന്നിട്ടുണ്ട് USDT. ജസ്റ്റ് അത് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് നെറ്റ്വർക്ക് എന്ന് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സോൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവമുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്താലും മതി. ജസ്റ്റ് നമുക്കിവിടെ കൊടുക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. ഇവിടെ തന്നെ ഉണ്ട് സൊളാന എന്ന് പറയുന്ന ഈ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഇവിടെ ഒരു പോപ്പപ്പ് ഓപ്പൺ ആയിട്ട് വരും. അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ QR കോഡ് വേണമെങ്കിൽ QR കോഡ് എടുക്കാം. നമുക്ക് QR കോഡല്ല വേണ്ടത്, നമുക്ക് ഈ ഒരു അഡ്രസ്സാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കാം, മുകളിൽ USDT തന്നെ കാണണം. അതിൻ്റെ താഴത്ത് സോൾ അഥവാ സൊളാന എന്ന് പറയുന്ന ആ ഒരു ക്രിപ്റ്റോ അഡ്രസ്സ് തന്നെ നമ്മൾ കൊടുക്കുക, പേരെന്നെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കോപ്പി ചെയ്യാം. വളരെ സിമ്പിളാണ്. കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു വാലറ്റിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. നേരെ ഇവിടെ ആഡ് ആയതിനു ശേഷം ബൈനാൻസ് പോയി ആ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്ത അഡ്രസ്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ എനിക്ക് കാണാം, ഇവിടെ എൻ്റെ അടുത്ത് ബാലൻസ് ഇല്ല, അതുകൊണ്ട് ആണ് ഇങ്ങനൊരു പോപ്പപ്പ് ഇവിടെ വരുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് പബ്ലിക് സെൻഡ്, പ്രൈവറ്റ് സെൻഡ് എന്ന് കാണാൻ കഴിയും. അതിൽ പബ്ലിക് തന്നെ കൊടുക്കുക. അതിനുശേഷം സെൻഡ് എന്ന് കൊടുക്കുക. കഴിഞ്ഞു. വിത്തിൻ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ ബൈനാൻസിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ അത് ക്രെഡിറ്റ് ആകുമ്പോൾ നമുക്കവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും. അതായത് നമുക്ക് മെയിൽ വരും. മെയിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മെയിലിൽ നമ്മൾ ഒരു ID കൊടുക്കുക. ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും കൊടുക്കുക. ID അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ആ മെയിലിലേക്ക്. ജസ്റ്റ് ആ മെയിലിൻ്റെ അടിയിൽ പോയിട്ട് റീപ്ലൈ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ക്രീൻഷോട്ട്, വളരെ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് തന്നെ നിങ്ങളുടെ അഡ്രസ്സ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു മെയിൽ വരും. അതിൽ നിങ്ങളെ മെയിലുകളെല്ലാം സ്പാം ഫോൾഡറിലാണോ വരുന്നതെങ്കിൽ നിങ്ങളതിൽ ടിക്ക് ചെയ്തിട്ട് നിങ്ങളത് എന്ത് ചെയ്യുക, നോട്ട് എ സ്പാം എന്ന് കൊടുക്കുക. ഇനി നിങ്ങളെ കറക്റ്റ് ഇൻബോക്സിലാണ്, മെയിൽ ഇൻബോക്സിലാണ് സുൽട്ടിയുടെ ഇമെയിലുകൾ വരുന്നതെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങളെ രണ്ടാമത്തെ സ്ക്രീൻഷോട്ട്, അതായത് വിഡ്രോ അടിച്ച സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ ഈ ഒരു ആപ്പിൽ നിന്ന്, സുൽഫെയറിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്ക്രീൻഷോട്ടും അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ ക്യാഷ് ബൈനാൻസിലേക്ക് ആഡ് ആവുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ഒരു $36 സംതിങ് ഇവിടെ ആഡ് ആവുന്നതാണ്. നിങ്ങളുടെ വാലറ്റ് ചെക്ക് ചെയ്താൽ അസറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും, അസറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് കാണാൻ കഴിയും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ബാങ്കിലോട്ട് മാറ്റണം. അതിനായിട്ട് നമ്മളിവിടെ മുകളിൽ നമുക്കിവിടെ മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കാണാൻ കഴിയും സെൻഡ് മണി, അത് സെൻഡ്, റിസീവ് ആൻഡ് സ്പെൻഡ് എന്ന് കാണാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് വരിക. ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയും സെൻഡ് മണി എന്നുള്ള വീണ്ടും ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 2 സെക്കൻഡ് 3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാനൊരു ഓപ്ഷൻ വരും. നമ്മുടെ കറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഞാനിവിടെ വിഡ്രോ അടിച്ചത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഗൈസ്, ഞാൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യുക ഏതാണ് നമുക്ക് വേണ്ടത്. INR ഇവിടെ ഡോളറായിട്ടും കിടക്കുക, അവിടെ നമ്മൾ INR കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇന്ത്യൻ റുപ്പി തന്നെ കൊടുക്കുക. ഓക്കെ, ഇന്ത്യൻ റുപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ
ആ ഒരു വാലറ്റിലെ $36 USDT ഇവിടെ 0 ആയിരിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ന് കൊടുക്കുക. മാക്സിമം എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ആ $36 സംതിങ് ഇവിടെ ആഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ UPI കൊടുക്കുക. UPI കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മുടെ ക്യാഷ് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും, അതായത് UPIയിലേക്ക് പോകും. ഓക്കെ, ഇനി നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് IFSC കോഡ്, അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഏത് ബാങ്ക് വെച്ചാൽ ആ ബാങ്ക് കൊടുക്കുക, ആഡ് ചെയ്യുക, വിഡ്രോ ചെയ്യുക. ഓക്കെ, UPIയിലേക്കാണെങ്കിൽ അങ്ങനെ നമ്മൾ വിഡ്രോ ചെയ്തതിന് ശേഷം നമുക്കൊരു ചാറ്റിങ് വരും. ഒരു ചാറ്റ് ചെയ്യാൽ നമുക്ക് നമ്മുടെ ഈ ക്രിപ്റ്റോ ഈ USDT നമുക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊരു P2Pയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ബൈ കോയിൻ ബൈ സെല്ല് കോയിനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് P2P അതേപോലെ ഒരു ഓപ്ഷൻ, ഒരു പോപ്പപ്പ് ഇവിടെ വരും ചാറ്റ് ചെയ്യാൻ. അതിൽ നമ്മൾ ജസ്റ്റ് ചാറ്റ് ചെയ്യുക, ഐ സെൻഡ് മൈ എമൗണ്ട് പ്ലീസ് ചെക്ക് ആഫ്റ്റർ യു ഗീവ് മൈ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അയാൾ ചെക്ക് ചെയ്തിട്ട് ശേഷം നമ്മുടെ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഏത് അക്കൗണ്ടിലേക്കാണ് ആഡ് ചെയ്ത് ആ അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ജസ്റ്റ് 5 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യും, ആടാവുന്നതാണ്. അതിനുശേഷം ആ ഒരു പോപ്പപ്പിൻ്റെ താഴത്തുണ്ടാവും ഐ റിസീവ് മണി എന്ന് കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ റിസീവ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലെ ക്യാഷ് പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അക്കൗണ്ടിൽ പറഞ്ഞാൽ ഈ $, പോകും. അപ്പോൾ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയോ എന്നുള്ളത് നിങ്ങൾ ഏത് വാലറ്റാണോ, ഏത് ബാങ്കിൻ്റെ ആപ്പാണോ നിങ്ങളുടെ കയ്യിൽ, SBN ആണോ, അതുപോലെ തന്നെ വേറെ ഏത് ബാങ്കാണ് FTSD, ഏത് ബാങ്കാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക. നിങ്ങളിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഐ റിസീവ് മൈ മണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോപ്പപ്പിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ കേസ് 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് സുൽട്ടി ആപ്ലിക്കേഷനിൽ നിന്നും വിഡ്രോ ചെയ്യേണ്ട മാർഗ്ഗങ്ങൾ.